ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 41 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് ധ്യാന വിഷയത്തിനായ തിരുസഭാ മാതാവ് നമുക്ക് നൽകുക. 2 സ്പർശനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, മാതൃകയാണ് ഈശോ ഇന്ന് നമുക്ക് കാണിച്ചു തരിക. 12 വർഷമായി രോഗിയായിരുന്നതും മരണത്തോട് മല്ലടിച്ചതുമായ 2 ജീവിതങ്ങളെ തിരികെ കൊണ്ടുവരുന്ന മനോഹരമായ ഒരു രംഗമാണ്. 12 അത് ഒരുപക്ഷെ ഇനി തിരികെ വരാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിട്ട് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജൈറോസിൻ്റെ മകൾ 12ഓളം വയസ്സായി ഇരിക്കുന്ന 12ഓളം വർഷമായിരിക്കുന്ന മകൾക്ക് മരണത്തിന് തുല്യമായ ജീവിതം അവൾ അനുഭവിക്കുകയാണ്. മരിക്കാനായി ഒരുങ്ങിക്കിടക്കുന്ന മകളുടെ ജീവിതം. മറ്റൊന്ന്, 12 വർഷമായി രക്തസ്രാവത്താൽ ജീവിതം മടുത്ത് മാറ്റി നിർത്തപ്പെട്ട, എല്ലാവരാലും അകറ്റപ്പെട്ട, കണ്ടാൽ അറയ്ക്കുന്ന ഒരു പെണ്ണിൻ്റെ ജീവിതകഥ. ഈ 2 തിരികെ വരാൻ കഴിയാത്ത, ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയാത്ത 2 യാഥാർത്ഥ്യങ്ങളെ 2 സ്പർശനങ്ങൾ കൊണ്ട് ഈശോ വീണ്ടെടുക്കുന്ന രംഗമാണ്. ഒന്നാമതായിട്ട്, ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ട മാത്രയിൽ ഇനി തിരികെ വരിൽ നിന്ന് മനസ്സ് മടുത്തിരുന്ന ഒരു ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം ഒഴുകിയെത്തുകയാണ്. യേശു എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് എന്നെ തൊട്ടത്? ജനക്കൂട്ടത്തിൻ്റെ ആർപ്പുവിളികളും ആരവങ്ങളും അവനെ തലങ്ങും വിലങ്ങും തൊട്ടുകൊണ്ട് പോകുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നുമാണ് യേശുവിൻ്റെ ചോദ്യം, ആരാണ് എന്നെ തൊട്ടത്? പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചോദ്യം? ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ എല്ലാവരും അവനെ സ്പർശിക്കുന്നുണ്ട്, എല്ലാവരും അവനെ തൊടുന്നുണ്ട്. പക്ഷേ ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ആരാണ് എന്നെ തൊട്ടത്? ചില സ്പർശനങ്ങൾക്ക് അത്രമേൽ കൃപയൊഴുകാനുള്ള സാന്നിധ്യമുണ്ട്. കാരണം അവളുടെ ചങ്ക് പറിച്ചുള്ള വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങളിൽ നിന്നുമാണ് അവൾ കർത്താവിനെ സ്പർശിക്കുക. എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരിക്കുന്ന, മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന, ഒരു ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യത്തിൽ പോലും വരാൻ അവകാശമില്ലാതിരുന്ന, രക്തസ്രാവം അത്രമേൽ നീചമായ ഒരു രോഗമായി കണ്ടിരുന്ന, ഒരു നാണം കെട്ട രോഗമായി, മാറ്റി നിർത്തപ്പെട്ട രോഗമായി, അശുദ്ധമാക്കപ്പെട്ട രോഗമായി കണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും കർത്താവിനെ അവൾ സ്പർശിച്ച മാത്രയിൽ സൗഖ്യം അവളിലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളും അങ്ങനെയൊക്കെ ആയിത്തീരേണ്ടതുണ്ട്. സൗഖ്യമൊഴുകുന്ന ജീവിതങ്ങൾ. മാറ്റി നിർത്തപ്പെട്ടവരിലേക്ക്, അവഗണിക്കപ്പെട്ടവരിലേക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് നമ്മുടെ സ്പർശനങ്ങൾ എത്തി നിൽക്കുമ്പോൾ എന്തൊരു അഭിഷേകമായിരിക്കുന്നറിയോ? ചിലരൊക്കെ ഇങ്ങനെ നമ്മളോട് ഒട്ടി നിൽക്കാൻ കൊതിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? ചില മനുഷ്യർക്ക് അത്രമേൽ കൃപയാണ്, ഒന്ന് തൊടാൻ, അല്ലേ? ഒന്ന് തൊടാൻ വേണ്ടി കൊതിക്കുന്ന ഒത്തിരി പേര് മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു മനുഷ്യൻ തൊടാൻ കൊതിക്കുന്ന ഒരു വ്യക്തിയായി മാറുക, അത് വലിയ അഭിഷേകമാണ്, അത് വലിയ കൃപയാണ്. ഈശോൻ എല്ലാവരും തൊടുന്നുണ്ടെങ്കിലും ചില സ്പർശനങ്ങളിലേക്ക് അവൻ്റെ കൃപ ഒഴുകിയെത്തുകയാണ്. കാരണം അവളുടെ തൊടൽ അത്രമാത്രം ആഗ്രഹത്തിൻ്റെ, വിശുദ്ധിയുടെ സ്പർശനമായിരുന്നു. ആ വിശുദ്ധമായ സ്പർശനത്തിലേക്ക്, ആഗ്രഹത്തിൻ്റെ സ്പർശനത്തിലേക്ക് യേശുവിൻ്റെ അനുഗ്രഹം ഒഴുകിയെത്തുകയാണ്. അതുകൊണ്ട് നമുക്കും ആഗ്രഹിക്കാം, ഈശോയെ നിന്നൊന്ന് തൊടുക, അതത്രമേൽ എൻ്റെയും കൊതിയാണ്. പക്ഷെ പലപ്പോഴും എൻ്റെ തൊടലുകൾ ആവർത്തനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ദിവ്യകാരുണ്യത്തെ നമ്മൾ സ്പർശിക്കാറുണ്ട്, ദിവ്യകാരുണ്യം നമ്മൾ സ്വീകരിക്കാറുണ്ട്, ദിവ്യകാരുണ്യം നമ്മൾ കൈകളിലെടുക്കാറുണ്ട്, ദിവ്യകാരുണ്യത്തെ നമുക്ക് തൊടാനുള്ള അവകാശമുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു വിജാതിയായ ഒരു മനുഷ്യൻ ദിവ്യകാരുണ്യത്തെ തൊടുന്നതിൻ്റെ ആ ഒരു ആത്മബലം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ആ ഒരു ആഴം നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. നമ്മളിങ്ങനെ വെറുതെ എന്തിനെയൊക്കെ സ്പർശിക്കുന്ന രീതിയിൽ മാറിപ്പോവുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിൽ, ആൾക്കൂട്ടത്തിൻ്റെ ബഹളങ്ങൾക്കിടയിൽ ജീവിതം ഒരു ക്രിസ്ത്യാനിയായി, ഒരു കത്തോലിക്കനായതിൻ്റെ പേരിൽ വെറുതെ കർത്താവിനെ സ്പർശിക്കുന്ന ഒരു വെറും മനുഷ്യനായിട്ട് നമ്മൾ അധപതിക്കുന്നുണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ ഇരുന്ന് ആഴത്തിൽ ചോദിക്കുന്ന, ദൈവമേ, ഞാൻ തൊട്ടാൽ നീ എന്നെ അറിയാറുണ്ടോ? ഞാൻ തൊട്ടാൽ നീ എന്നെ അറിയാറുണ്ടോ? നമ്മൾ തൊടുമ്പോൾ ഈശോയ്ക്ക് അറിയുന്ന സ്പർശനമായി തൊടണം. അതാണ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്പർശനം. പലപ്പോഴും ഈ ജനക്കൂട്ടം ഈശോയെ തൊട്ടി ഒരുമി നിന്നപ്പോൾ ഈശോ ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടതെന്ന് ചോദിച്ചതുപോലെ നമ്മുടെ തൊടലുകളൊന്നും ഈശോയ്ക്ക് അറിയാതെ പോവുകയാണ്. നമ്മൾ ഭക്ഷിക്കുമ്പോൾ ഈശോയ്ക്ക് അത് അനുഭവമായി മാറാതെ പോവുകയാണ്. അതുകൊണ്ട് ഈശോ അറിയുന്ന സ്പർശനമാകട്ടെ. എൻ്റെ തൊടലുകൾ, എൻ്റെ സ്പർശനങ്ങൾ, എൻ്റെ ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഈശോയ്ക്ക് എന്നെ അറിയാനുള്ള മാർഗമാകട്ടെ. ഈശോയുടെ ശക്തി വലിച്ചെടുക്കാനുള്ള
ആ ഊർജമായി മാറട്ടെ. അവിടെയാണ് നമ്മുടെ അഭിഷേകത്തിൻ്റെ വലിയ ശക്തി ഇരിക്കുക. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, ദൈവമേ, ഞാൻ ഭക്ഷിക്കുമ്പോൾ, ഞാൻ നിന്നെ സ്പർശിക്കുമ്പോൾ, ഞാൻ നിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നീ ചോദിക്കണം, നീ ആരാണ് എന്നെ തൊട്ടത്? അതൊരു വലിയ അഭിഷേകമാണ്. അതുകൊണ്ട് ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ഈശോ തൊട്ട ഒരു കുഞ്ഞിൻ്റെ കഥയാണ്. 12 വർഷമായി ഇങ്ങനെ വേദനയോടെ ജൈറോസിൻ്റെ മകൾ ഇങ്ങനെ ജീവിതം മരണത്തോട് അടുക്കുന്ന മകളെ ഈശോ തൊടുകയാണ്. ഒടുവിൽ അവൾ മരിച്ചു. ഈശോ പറയാണ്, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവൻ ഒന്ന് തൊട്ട മാത്രയിൽ ജീവിതത്തിലേക്ക് അവൾ തിരികെ വരികയാണ്. ഈശോയുടെ തൊടൽ അത്രമാത്രം പവർഫുള്ളാണ്. ഒരു മരണത്തെ അതിജീവിക്കാൻ കഴിയുന്ന സ്പർശനത്തിൻ്റെ ഉടമയാണ് ലോകസൃഷ്ടാവായ കർത്താവ് യേശു മിശിഹ എന്ന് ഇനിയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ ഉണർന്നില്ലെങ്കിൽ ഈ സുവിശേഷ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഈശോ തൊട്ടാൽ അനുഗ്രഹമാകാൻ തീരാത്ത ഒന്നും ജീവിതത്തിലില്ല. പലപ്പോഴും ഈശോയെ തൊടാൻ നമ്മൾ അനുവദിക്കുന്നില്ല എന്നതാണ് നമ്മുടെ വിഷയം. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, ബഹളം വെക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഈശോയെ നീ എന്നെ തൊട്ടോ എന്നുള്ള അനുവാദം കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈശോ തൊട്ടാൽ അടിമുടി മാറ്റേണ്ടതുണ്ട്. മരണം അത് ജീർണിച്ച അവസ്ഥയാണ്, ദുർഗന്ധമുള്ള അവസ്ഥയാണ്. മരണം അത് ഇനിയൊരു ഉയർപ്പില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈശോ തൊട്ട മാത്രയിൽ അത് പുതുജീവനായി മാറുകയാണ്. അത് പല ദുർഗന്ധങ്ങളെയും അകറ്റി നിർത്തേണ്ടി വരും, പല ജീവിത സാഹചര്യങ്ങളെയും അകറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ടാണ് ഈശോ ഈ മരണത്തിൻ്റെ മകളെ തൊടാൻ വേണ്ടി പോയപ്പോൾ ചിലരെ മാത്രമാണ് കൂട്ടിക്കൊണ്ടുപോയത്. കാരണം അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും ജീവൻ കൊടുക്കാൻ കഴിയില്ലെന്ന ഓർമ്മപ്പെടുത്തൽ, എല്ലാവർക്കും ഈശോയുടെ സാന്നിധ്യത്തിൽ സ്പർശിക്കാൻ കഴിയില്ലെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. ഈശോയ്ക്ക് സ്പർശിക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. ഈശോ നമ്മളെ തൊടണമെങ്കിൽ ചില ജീവിത യാഥാർത്ഥ്യങ്ങളോട് നോ പറയേണ്ടതുണ്ട്, ചില വ്യക്തിബന്ധങ്ങളെ മാറ്റി നിർത്തേണ്ടതുണ്ട്, ചില ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങളെ ഒഴിവാക്കേണ്ടതുണ്ട്, വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ വർദ്ധിക്കേണ്ടതുണ്ട്, ചില ജീവിത യാഥാർത്ഥ്യങ്ങളോട് നോ പറയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ ഈശോയ്ക്ക് നിന്നെ സ്പർശിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ബാക്കി എല്ലാവരെയും ഒഴിവാക്കിയിട്ട് ഈശോ ഈ മുറിയിലേക്ക് കടന്ന് കടച്ച് അവളെ തൊടുകയാണ്. കാരണം ചില ഒഴിവാക്കലുകൾ, ചില കൊട്ടിയടക്കലുകൾ ഈശോ നമ്മളെ സ്പർശിക്കാനായിട്ട് ആവശ്യമാണ്. ഈശോയ്ക്ക് പുതുജീവൻ നമുക്ക് നൽകാനായിട്ട് ചില വാതിലുകൾ കൊട്ടിയടയ്ക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടെന്ന് സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ തൊട്ടപ്പോൾ എന്തൊരു സൗഖ്യമാണ്, എന്തൊരു ജീവനാണ് തിരികെ വന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും ആഗ്രഹിക്കാം, ദൈവമേ, വ്രതമായ എൻ്റെ ജീവിതത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളുടെ മേൽ നിൻ്റെ സ്പർശനങ്ങൾ ആവശ്യമാണ്. അപ്പം നമുക്കൊരു പടി കൂടി കടന്നാലോചിക്കാം, എൻ്റെ സ്പർശനങ്ങളിൽ ആരെങ്കിലുമൊക്കെ മുറിപ്പെടുകയാണോ, മരണമടയുകയാണോ, അതോ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ പറ്റുമോ? എന്നെ ഒന്ന് തൊട്ട് ഒരു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ എൻ്റെ അരികിൽ വരാറുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, പപ്പ എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞ് വരാറുണ്ടോ? മമ്മ എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞ് വരാറുണ്ടോ? ജീവിത പങ്കാളി എന്നെ ഒന്ന് തൊട്ട് അനുഗ്രഹിക്കാൻ പറഞ്ഞ് വരാറുണ്ടോ? അതെയോ നമ്മുടെ സ്പർശനങ്ങൾ മറ്റുള്ളവർക്ക്, നമ്മുടെ സാന്നിധ്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് അരോചകത്വമുളവാക്കുന്നുണ്ടോ? നമ്മുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവർ മരണമടയുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം, പ്രാർത്ഥിക്കണം, ഈശോയെ കുറേ കൂടിയൊക്കെ എൻ്റെ സ്പർശനങ്ങൾ അനുഗ്രഹം ഉണ്ടാകും. വലിയ കൃപയുള്ള കരങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമുക്കല്ല. അതൊരു പുരോഹിതൻ്റെ മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം അനുഗ്രഹിക്കാനുള്ള കരങ്ങളാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം പോലും ആശീർവദിക്കാനുള്ള അഭിഷേകം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ കരങ്ങളെ വിശുദ്ധമായിട്ടൊന്ന് സ്പർശിക്കുവാൻ, ആരെയും മുറിവേൽപ്പിക്കപ്പെടാത്ത, മുറിവുണക്കുന്ന ഒരു സ്പർശനമായി തീരുവാൻ, മരണമടഞ്ഞവർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു സ്പർശനമായി തീരാൻ. അത് ചിലപ്പോൾ ഒരു ചുംബനം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. യുവദാസിൻ്റെ വഞ്ചനയുടെ ചുംബനമല്ല, സ്വർഗം സ്വന്തമാക്കുന്ന ദൈവത്തിൻ്റെ ചുംബനം കൊണ്ട് നേടിയെടുക്കുമ്പോൾ നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യരായി മാറുകയാണ്. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ, ഒരു ചുംബനം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാൻ, ഒരു തലോടൽ കൊണ്ട് ഒന്ന് നേടിയെടുക്കുവാൻ, ഒരു സ്പർശനം കൊണ്ട് സൗഖ്യം കൊടുക്കുവാൻ എൻ്റെ ജീവിതത്തെയും അനുവദിക്കണമേ എന്ന്. അതിന് ആദ്യമേ ദൈവം നമ്മളെ തൊട്ട് സുഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ചാരത്തിരുന്നുകൊണ്ട്, കർത്താവെ, എന്നെ തൊടാൻ ഞാനിത് അനുവദിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നിൽ നിന്ന് ശക്തി പുറപ്പെടുവിക്കുന്ന വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒടുവിലായി അവരെന്നെ സൗഖ്യമാകുന്ന നല്ല സ്പർശനങ്ങളായി മാറുവാൻ എനിക്ക് കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.